യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം സങ്കീർത്തനം 121 7 8. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും, അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. പ്രിയമുള്ളവരെ, വലിയ 3 വാഗ്ദാനമാണ്. എൻ്റെ അനുദിന ജീവിതത്തിൽ എനിക്ക് വേണ്ടതായ 3 കാര്യങ്ങളാണ് എൻ്റെ കർത്താവ് സങ്കീർത്തനം 121 7 8 വചനത്തെ പറയുന്നത്. ഒന്നാമത്തെ വാഗ്ദാനം, സകല തിന്മ നിന്ന് കർത്താവിനെ കാത്തുരക്ഷിക്കും. വീണ്ടും എൻ്റെ ജീവനെ കാത്തുരക്ഷിക്കും. അതുപോലെ തന്നെ എൻ്റെ വ്യാപാരങ്ങളെ എന്നും കാത്തുകൊള്ളും. പ്രിയമുള്ളവർ, എൻ്റെ ജീവിതത്തെ, എൻ്റെ നാവിനെയും എൻ്റെ ജീവിതത്തെയും ഒപ്പം തന്നെ എൻ്റെ ജീവിതത്തെ എല്ലാം ലഭിക്കാൻ തക്ക തരത്തിൽ കർത്താവ് കാത്തു പരിപാലിക്കും. അപ്പം ഇന്നത്തെ ദിവസം പ്രിയമുള്ളവരെ, നമുക്ക് ഈശോയോട് പറയാം, കർത്താവേ, ഈശോ ആഗ്രഹിക്കാത്തൊന്നും പറയാനോ പ്രവർത്തിക്കാൻ ഇടവരുത്തരുത്. നീ എനിക്ക് കാത്ത് സംരക്ഷണം തരണം, എൻ്റെ ജീവനെ കാത്തു രക്ഷിക്കണം. ഞാൻ പുറത്തു പോകുന്ന ഒരു വ്യക്തിയാകുന്ന, യാത്ര ചെയ്യുന്ന വ്യക്തിയാകാം, പലതരത്തിലാവുന്ന അവസ്ഥയിൽ എൻ്റെ ജീവനെ കാത്തു രക്ഷിക്കണം. മൂന്നാമത് പറയുന്നത് എൻ്റെ വ്യാപാരങ്ങളെ കാത്തു രക്ഷിക്കണം. ഞാൻ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാകാം, ജോലി ചെയ്യുന്ന വ്യക്തിയാകാം, ഒരുപക്ഷെ പരീക്ഷ എഴുതാൻ പോകുന്ന വ്യക്തിയാകാം, എൻട്രൻസ് ചെയ്യാൻ പോകുന്ന വ്യക്തിയാകാം, ബേസിക്ക് പോകുന്ന വ്യക്തിയാകാം. ഒന്നുണ്ട്, അതെല്ലാം ദൈവം ക്രമപ്പെടുത്തും. എന്തെന്നാൽ എൻ്റെ ജീവിതത്തിന് വേണ്ടതായെല്ലാം അതിലടങ്ങിയിരിക്കുന്നു. ജോലിയിലാ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ബിസിനസ് മുന്നേറാൻ പറ്റത്തില്ല, എല്ലാം എനിക്ക് ആവശ്യമാണ്. എൻ്റെ കർത്താവിനെ അറിയാമെങ്കിൽ കർത്താവ് അതെല്ലാം ക്രമപ്പെടുത്തിക്കൊള്ളും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് പ്രത്യേക സംരക്ഷണം അനുഭവിക്കാൻ, പുറത്തു പോകുമ്പോഴും അകത്തായിരിക്കുമ്പോഴും എവിടെയായിരിക്കുമ്പോഴും ദൈവത്തിനെ പോലെ സംരക്ഷണം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് വാഗ്ദത്ത പേടകം. എല്ലാ നിയോഗവും സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. മറക്കരുത്, ദൈവം എന്നെയും എൻ്റെ ജീവനെയും ജീവിക്കാനുള്ള വകയും തന്ന് സംരക്ഷണം അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവായ ശംശാകരവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.